വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത്? ആ ലഡു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട. നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പൊ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. വേറൊരു വിഷയം കൂടിയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം അവിടെ നിന്ന് മാത്രമല്ല പല സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലെ പോരേണ്ടി വന്നാളാ. പുറത്താക്കി എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നില്ല. അപ്പൊ അത് അല്ല പുറത്താക്കിയതല്ല എന്ന് പറയാലോ. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. അതായത് സമസ്തയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ ശംസുൽ ഉലമ എന്ന് നമ്മൾ പറയുന്ന സമസ്തയുടെ ശില്പി, അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ പോലും വളരെ മോശമായി ഈ വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെ ഇടയിൽ പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. അതിനുശേഷം ബഹുമാനപ്പെട്ട കാളമ്പാടി സാദ് പോലത്തെ വളരെ സാത്വികരായ ആളുകളുണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ മ്ലേച്ഛമായി പറയുകയും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. ഒരു യൂസുഫ് അസ്ഹരി എന്ന് പറയും, അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് പിന്നെ നേരെ പോയത് ഒരു ജമാഅത്തിന്റെ സ്ഥാപനത്തിലേക്കാണ് അധ്യാപകനായിട്ട് പോയത്. അപ്പൊ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം. ഞാൻ അതിൻ്റെ പ്രിൻസിപ്പാളോട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിൻ്റെ പ്രിൻസിപ്പാളോട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇനി തെളിവ് ആവശ്യമാണ്. അപ്പോൾ അവിടെ പിന്നെ ജോസഫ് മാഷയുടെ കൈ വെട്ടിയതിന് പിന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് ലഡു വിതരണം നടത്തി തെളിവ് ആവശ്യമാണ്. ഞാൻ പാൻ ഇസ്ലാമിസം ഉയർത്തിപ്പിടിക്കുന്നു, തെളിവ് ആവശ്യമാണ്. പ്യൂരിറ്റൻ ഇസ്ലാമാണ് എൻ്റെത്, തെളിവ് ആവശ്യമാണ്.